ഊർജ്ജരംഗത്ത് അടുത്ത 6 വർഷത്തിനുള്ളിൽ ഭാരതത്തിൽ 67 ബില്യൺ US നിക്ഷേപം നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വളർച്ചയിൽ ഊർജ്ജമേഖല സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. ഇതിനോടകം തന്നെ ഭാരതം മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായി മാറിയതായും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. ഗോവയിൽ നടന്ന ഇന്ത്യ എനർജി വീക്ക് 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. അടുത്ത 6 വർഷത്തിനുള്ളിൽ ഊർജ്ജ മേഖലയിൽ 67 ബില്യൺ US നിക്ഷേപത്തിന് ഭാരതം സാക്ഷ്യം വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ എനർജി വീക്ക് 2024 ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഭാരതത്തിന്റെ GDP നിരക്ക് 7.5% വർദ്ധിച്ചു. രാജ്യമിന്ന് ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. इंडिया एनर्जी वीक का आयोजन एक बहुत महत्वपूर्ण कालखंड में हो रहा है। इस वित्तीय वर्ष के पहले 6 महीनों में ही भारत की जीडीपी दर 7.5% से अधिक हो गई है। भारत आज विश्व की सबसे तेज बढ़ती अर्थव्यवस्था है और हाल ही में IMF ने भी ये भविष्यवाणी की है कि हम ऐसे ही तेज गति से आगे बढ़ेंगे। आज पूरी दुनिया के एक्सपर्ट्स ये मान रहे हैं भारत जल्द ही विश्व की तीसरी सबसे बड़ी अर्थव्यवस्था बनेगा. ഭാരതത്തിന്റെ ഊർജ്ജ മേഖലാ വിപുലീകരണത്തിൽ സജീവമായി പങ്കാളികളാകാൻ ആഗോള നിക്ഷേപകരെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. ആവശ്യം വർദ്ധിക്കുന്ന വേളയിൽ രാജ്യമാകമാനം കുറഞ്ഞ നിരക്കിൽ ഊർജ്ജം ഭാരതം ഉറപ്പാക്കുന്നു. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 2 വർഷമായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞ രാജ്യവും ഭാരതമാണ്. ഇതിനു പുറമെ രാജ്യം 100% വൈദ്യുതി ലഭ്യതയും കൈവരിച്ചു. ലോകത്തെ എണ്ണ LPG ഉപഭോക്താക്കളിൽ മൂന്നാമതാണ് ഭാരതം. LNG ഇറക്കുമതിയിലും ഓട്ടോമൊബൈൽ വിപണിയിലും രാജ്യം 4ാം സ്ഥാനത്താണ്. ഭാരതത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2045ഓടെ ഭാരതത്തിന്റെ പ്രാഥമിക ഊർജ്ജ ആവശ്യം ഇരട്ടിയാകുമെന്ന് കണക്കാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജനം.